എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ നമുക്ക് നോക്കാം. അദ്ദേഹം പറഞ്ഞത് ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ്. ഇതിലെ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ തകർന്നു പോവരുടെ ഉപജീവനം ഇല്ലാതായി പോവും എന്ന് പറഞ്ഞ് ഇതിനെതിരായി നിലപാടെടുത്ത CPM വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്തയുടെ ഇത് കടൽ കൊള്ളയാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ. ഇപ്പൊ എന്താ പറഞ്ഞ? ജീവൻ മിഷൻ വഴിയിലാണ്, കോടികളാണ് കൊടുക്കാനുള്ളത്. PWD കരാറുകാർക്ക് കോടികളാണ് കൊടുക്കാനുള്ളത്. അതാണ് ഉദ്ദേശിച്ചത്. അച്ഛനെന്ത് ഉദ്ദേശിച്ച? ആർക്കും കൊടുക്കാൻ പണമില്ല. പാചക തൊഴിലാളികൾക്ക് പോലും, സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് പോലും പൈസ കൊടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ച പോലല്ല. ആശാ വർക്കർമാര് സമരം ചെയ്യുന്നു. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്ന കളക്ഷൻ ഏജന്റുമാർക്ക് പൈസ കൊടുത്തിട്ടില്ല. പറഞ്ഞതിലും കാര്യമുണ്ട്. നീ ഒരു ലാസ്റ്റ് പറ. പെൻഷൻ കൊടുക്കുന്നില്ല, ക്ഷേമനിധികൾ തകർന്നു, ആശുപത്രി മരുന്നില്ല, മാവേലി സ്റ്റോറി സാധനയില്ല. എന്താ ആ പ്രതീക്ഷയും തകർന്നു. ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി ആരോപണം ഉന്നയിച്ച ആളാണ്. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടും കൊതിപ്പിക്കല്ലേ ഭഗവാനെ. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും അന്നത്തെ സർക്കാരിന്റെയും വിൽ പവർ. റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കണം. 2025 തുടങ്ങിയിട്ടില്ല. 2019 റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം. കേരള സർക്കാർ ചെയ്യേണ്ടതാണ്. ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. 40 കോടി രൂപ ലോകബാങ്കിന്റെ പണം വകമാറ്റി ചെലവ് ചെയ്തു. കുറ്റകൃത്യമാണ് ചെയ്തത്, കുറ്റകൃത്യം. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ നോക്കിയാ എന്നെ തിരുത്താൻ വരില്ലേ? അല്ല, എന്നെ വിളിച്ചിട്ടില്ലല്ലോ. എനിക്ക് നിങ്ങൾ കണ്ടല്ലോ ക്ഷണക്കത്ത്. ഈ ഉദ്ഘാടനത്തിനൊക്കെ നമ്മളൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഇതിനെ കണ്ടാ മതി, അങ്ങോട്ട് ഉറപ്പിക്കും. തലേ ദിവസം മന്ത്രി പത്രക്കാരോട് പറഞ്ഞത് വിളിക്കുന്നില്ല എന്നാണ്. അപ്പൊ എങ്ങനെ തലേ ദിവസത്തെ ഡേറ്റ് ഇതെങ്ങനെ ശരിയാവും? അതൊന്നും നീ അറിയണ്ട. നീയും അയാളും അതാവില്ല.